ദൈവം ശബ്ദം കേട്ടു എന്ന അതുകൊണ്ട് അവന്റെ കരച്ചിന്റെ ശബ്ദം കേട്ട് അവന്റെ അടുത്ത് തന്നെ ഒരു കുറവ് ഞാൻ ഉണ്ടാക്കിയിരിക്കുക. കരങ്ങളിലെ ശ്രദ്ധിക്കാം, ഒരു നീരുറവ ഞാൻ ഉണ്ടാക്കിയിരിക്കുക. ആബ്രഹാം നിനക്ക് തരുന്നത് ഒരു കുപ്പി വെള്ളമാ അല്ലെ, പക്ഷെ ദൈവം തരുന്നത് ഒരു ഉറവയാ. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ജനങ്ങൾ നിനക്ക് തരുന്നത് ഒരു കുപ്പി വെള്ളമായിരിക്കും, അതുകൊണ്ട് നീ തൃപ്തിപ്പെടുകയില്ല. 2 അപ്പമായിരിക്കും, അതുകൊണ്ട് നിനക്ക് തൃപ്തി വരികയില്ല. ഇന്ന് തരും, നാളെ തരത്തില്ല കേട്ടോ. ഹല്ലേലൂയ, സ്വന്തം. പക്ഷേ ദൈവം നിനക്ക് തരുന്നത് ഒരു ഉറവയാ. ഹല്ലേലൂയ. ആബഹാർ ഓടി വന്ന് കുഞ്ഞിനെ എടുത്തിട്ട് നോക്കിയപ്പോ അതിന്റെ അരികിൽ ഒരു ഉറവ പൊട്ടി പുറപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുക. ഇത് കാണാതെ ആഗാർ കരയുന്നത്, ഇത് കാണാതെ ആഗാർ കരയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്റെ നിങ്ങളുടെ ഈ പ്രശ്നം എന്ന് പറയുന്നത് ഹല്ലേലൂയ പ്രശ്നത്തെ കാണുന്നത് കൊണ്ടാ. പക്ഷേ നിന്നെ കാണുന്ന ഒരു ദൈവത്തെ നീ കാണുന്നില്ല, അതുകൊണ്ടാണ് നിനക്ക് ഈ പ്രശ്നം. ഈ ദൈവം ആഗാർ വരുമെന്ന് കരുതി അവൾ വരുന്നതിന് മുൻപ് തന്നെ ഒരു ഉറവയെ അവിടെ ഉണ്ടാക്കി. കരങ്ങൾ ശ്രദ്ധിക്കാം. നിനക്ക് വേണ്ടി പലതും കരുതുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. നിന്റെ കണ്ണുനീര് തുടയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. ഇസ്മായേലിനെ കൊന്നുകളയുവാൻ ദൈവത്തിന് കഴിയുകയില്ല. അത് ആബ്രഹാമിന്റെ രക്തമാ, ആബ്രഹാമിന്റെ സന്തതിയാ, തന്റെ ദാസനായ ആബ്രഹാമിനെ അതുപോലെ സ്നേഹിക്കുന്ന വ്യക്തിയാ ദൈവം. ഇസ്മായേലിന് വേണ്ടി ഒരു ഉറവയായിട്ട് ദൈവം വെളിപ്പെട്ടു വന്നു. കരങ്ങളിലേക്ക് ശ്രദ്ധിക്കാം. ഇസ്രായേൽ ജനങ്ങള് മരുഭൂമിയിൽ വന്നപ്പോ വെള്ളമില്ല. മരുഭൂമിയിൽ വെള്ളമില്ലാതെ വന്നപ്പോഴത്തേക്ക് അവരെല്ലാം കൂടെ പെറുപെറുക്കാൻ തുടങ്ങി അല്ലെ. നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയില്ല, നമ്മൾ പെറുപെറുക്കും. ഒരു നേരത്തെ ആഹാരം കിട്ടിയില്ലെങ്കിൽ നമ്മൾ പെറുപെറുക്കാൻ തുടങ്ങും. സ്വതന്ത്രം. പക്ഷേ ദൈവം മോശയോട് പറഞ്ഞു, നിന്റെ വടിയുമായിട്ട് കൺമലയിൽ അടിക്കാൻ പറഞ്ഞു. കൺമലയെ അടിച്ചപ്പോഴത്തേക്ക് ആ മലയിൽ നിന്ന് നീരുറവ പൊട്ടി പുറപ്പെട്ടു വന്നു. നിനക്ക് വേണ്ടി ഒരു പാറയ്ക്കകത്ത് ദൈവം വെള്ളമായിട്ട് സ്റ്റോർ ചെയ്തിരിക്കുക. എന്റെ ജനം ഇതുവഴിയായി യാത്ര ചെയ്ത് വരുമ്പോൾ അവർക്ക് ദാഹിക്കുമെന്ന് പറഞ്ഞ് അവർക്കൊരു ഉറവ ദൈവം ഉണ്ടാക്കിയിരിക്കുക. ദൈവത്തിന് നന്മ. എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമാ, നിന്റെ യാത്രയിൽ കരുതുന്ന ഒരു ദൈവമാ. എന്റെ മകൾ ഇതുവഴിയായി യാത്ര ചെയ്ത് വരുമ്പോഴേ അവർക്ക് ഇന്നൊരു പ്രശ്നം വരും, ഇന്നൊരു ആവശ്യം വരുമെന്ന് പറഞ്ഞു നീ വിചാരിക്കുന്നതിന് മുമ്പേ, നീ യാത്ര ചെയ്യുന്നതിന് മുൻപേ, നീ പുറപ്പെടുന്നതിന് മുമ്പേ ദൈവം അവിടെ ചിലതൊക്കെ ഒരുക്കി വെച്ചിരിക്കുക. ശ്രദ്ധിക്കാം. അതാണ് ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത്. അതാണ് ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ നന്മ. നമ്മൾ വിചാരിക്കും നമ്മൾ പോയി നല്ല പൊളിച്ച് കരഞ്ഞിട്ടൊക്കെ ദൈവം തരത്തുള്ളൂ അല്ലെ. എത്ര കരഞ്ഞിട്ട് ഈ ദൈവം തരുന്നില്ലല്ലോ, എത്ര പ്രാർത്ഥിച്ചിട്ട് എനിക്ക് വിടുതലില്ലല്ലോ, എത്ര പ്രാവശ്യം ഞാൻ ആരാധനയ്ക്ക് പോയി എന്നിട്ടും എനിക്ക് വിടുതലില്ലല്ലോ. പക്ഷെ ദൈവം പറയുന്നത്, നിന്റെ കണ്ണെന്ന് തറ, നിന്റെ കണ്ണ് തുറന്നാൽ നിനക്ക് അത്ഭുതങ്ങൾ കാണും.